കാസർഗോഡ് മുഹമ്മദ് ഇയാസ് എന്ന 9 വയസ്സുകാരൻ മരിച്ചത് എന്റെയും നിങ്ങളുടെയും കണ്ണീരാണ്. ആ മരണം കണ്ണീരോടുകൂടി മാത്രമേ നമുക്ക് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മുഹമ്മദ് ഇയാസിന് പൊക്കിൾ വീർത്തിരിക്കുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. സാധാരണ പൊക്കിൾ കൊടിയിലുണ്ടാകുന്ന പഴുപ്പ്, അണുബാധ, അതാണ് ആ മോനുണ്ടായിരുന്ന അസുഖം. അപ്പോൾ ചികിത്സ തേടിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഒരു പക്ഷേയെങ്കിൽ ഒരു മൈനർ സർജറിയിലൂടെ ഈ രോഗം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. അപ്പോൾ ഈ മോന് വേദന, മദ്രസാധ്യാപകനായ അഷ്റഫിന്റെ മകനാണ് ഈ മുഹമ്മദ് ഇയാസ്. നമുക്കറിയാം, ഒരു സാധാരണ കുടുംബം. അപ്പോൾ ഈ മകന് വേദന കൂടിയപ്പോൾ രക്ഷിതാക്കൾ ഈ ഡോക്ടറെ കണ്ടു. സർക്കാർ ആശുപത്രിയാണ്, കാസർഗോഡ് ജില്ലാ ആശുപത്രി, ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണ് ഞാൻ വിവരിക്കുന്നത്. അപ്പോൾ ഈ രക്ഷിതാക്കൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഇപ്പോഴടുത്തെങ്ങും സമയം കിട്ടില്ല, നിങ്ങൾക്ക് ഓപ്പറേഷന് ഡേറ്റ് തരണമെങ്കിൽ കുറച്ച് ദിവസം കഴിയും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഓപ്പറേഷൻ ഡേറ്റ് തരാം, എന്ത് ചെയ്യണം, അനസ്തേഷ്യയൊക്കെ എടുക്കാൻ കുറച്ച് കാശാകും, 2000 രൂപ അടക്കേണ്ടി വരും. ആ പാവം മാതാപിതാക്കൾ മകന്റെ വേദന സഹിക്കാൻ വയ്യാതെ 2000 രൂപ ആശുപത്രിയിൽ കെട്ടിവെച്ചു. എന്നിട്ടും പെട്ടെന്ന് ഡേറ്റ് ഒന്നും കൊടുത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ആശുപത്രിയിൽ ഡോക്ടറെ കൺസൾട്ടേഷന് കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. രാവിലെ 8 മണിയായപ്പോൾ തിയേറ്ററിൽ കയറ്റി, 11:30 ആകുമ്പോൾ കുട്ടി മരിക്കുന്നു. എന്തു പറയും? ഇത് ചികിത്സാ പിഴവല്ലേ മിസ്റ്റർ കെ മുരളീധരൻ മിനിസ്റ്റർ? ഇത് അനാസ്ഥയല്ലേ? 9 വയസ്സുകാരൻ, പൊക്കിൾ കൊടിയിലെ അണുബാധ, അത് വലിയ മാരകമായ സംഭവമല്ല, മൈനർ സർജറിയിലൂടെ ശരിയാക്കാവുന്ന പ്രശ്നമാണ്. ആ കുട്ടിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷന് വിധേയമാക്കുന്നു. പുറത്ത് രക്ഷിതാക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രക്ഷിതാക്കളോട് യാതൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. മരണവിവരം പോലും 12:30 അറിയിക്കുന്നത്. ആ കുഞ്ഞുമോൻ എന്ത് പിഴച്ചു? 11:30 കുട്ടി മരിച്ചു. എന്നിട്ട് ഒരു ഇൻഡാസ് ഇറക്കി. കുട്ടിക്ക് ശസ്ത്രക്രിയക്കിടെ 2 തവണ ഹൃദയാഘാതം ഉണ്ടായിരുന്നു. 9 വയസ്സുകാരൻ. ആ 9 വയസ്സുകാരനെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം, ആരോഗ്യ വകുപ്പിലെ ആ സിസ്റ്റം രക്തസാക്ഷിയാക്കിയതല്ലേ, കൊന്നുകളഞ്ഞതല്ലേ? ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു പ്രതിഷേധമോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല കേരളത്തിൽ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. മുമ്പ് ഇടതുമുന്നണി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ആരോഗ്യ മേഖലയിൽ ചെറുതായ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിലും ഉടനെ ഘോരഘോരം ഘോഘോ വിളിക്കാനും സമരം ചെയ്യാനും ആളുണ്ടായിരുന്നു. അന്ന് മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ആളുകളുണ്ട്. ഇന്ന് മന്ത്രിയും ഒരു മന്ത്രി പറഞ്ഞത് ആശുപത്രിയിൽ തിരക്ക്, ആശുപത്രിയിൽ വീഴ്ച എന്ന് പറഞ്ഞപ്പോൾ സമയം വരുമ്പോൾ ആളുകൾ ചത്തുപോകും എന്നാണ് പറഞ്ഞത്. അത് അന്നങ്ങനെ കരുതിയാൽ മതി, ഇതൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നാണ് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞത്. ആരോഗ്യമന്ത്രി പറയുന്നത് ഒരു 10 നല്ല കാര്യം ചെയ്താൽ, ഒരു മോശം സംഭവം ഉണ്ടായാൽ ഉടനെ തന്നെ ആരോഗ്യ വകുപ്പിനെതിരെ ആളുകൾ തിരിയുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇത്ര ഉദാസീനമായാണോ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖലയെ കാണുന്നത്? മുഖ്യമന്ത്രി വി ഡി സതീശൻ ആരോഗ്യ വകുപ്പിനെ കയറഴിച്ച് വിട്ടിരിക്കുകയാണോ? ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഈ സിസ്റ്റം എറർ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കേണ്ടതല്ലേ? ആ പിഞ്ചോമനയുടെ ജീവന് കണക്ക് ചോദിക്കേണ്ടതല്ലേ അധികാരികൾ സ്വമേധയാ തന്നെ? കഷ്ടമായിപ്പോയി മുഹമ്മദ് ഇയാസിന് സംഭവിച്ച ദാരുണമായ മരണം. ഇതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടക്കണം. പൈസ വാങ്ങിയ ഡോക്ടർമാർ ഉൾപ്പെടെ, ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർമാർ ഉൾപ്പെടെ കൃത്യമായ നിയമ നടപടിക്ക് വിധേയരാക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.